ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ സന്തോഷത്തോടെ എന്നാൽ അല്പം ഭാരത്തോടെ ആണ് ഈ ദേവാലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിനോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് വാസ്തവത്തിൽ ഈ നിങ്ങൾ വിശ്വാസികളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. കർത്താവെ, ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലതാണ്. അവിടെ മോശയ്ക്കും ഏലിയാവിനും കർത്താവിനും കൂടാരമുണ്ടാക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ ശ്ലീഹന്മാർക്ക് വന്നു. ഇവരെന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. കാരണം കൂടാരമടിച്ച് പാർക്കുവാൻ മാത്രമല്ല വന്നത്, കർത്താവ് ജെറുസലേമിൽ ഏൽക്കുവാൻ പോകുന്ന മരണത്തെക്കുറിച്ചും തൻ്റെ ദൈവിക പദ്ധതികളെക്കുറിച്ചും കർത്താവുമായിട്ട് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ആണ് വാസ്തവത്തിൽ താബോർ മലയിൽ നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച. അതാണെന്ന് വാസ്തവത്തിൽ ഹാർട്ട്ഫോർഡ് സെന്റ് ജോൺസ് കനാനായ ദേവാലയത്തിൽ നടക്കുന്നത്. സ്വർഗവുമായിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ. ആ വലിയ കമ്മ്യൂണിക്കേഷൻ്റെ അനുഭവമാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ആയിരിക്കുന്നത് ഏറെ നന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകണ്ട എന്നല്ല. ഇവിടെയാണ് വാസ്തവത്തിൽ ദൈവിക ചൈതന്യം വഴിഞ്ഞ് ഒഴുകുന്ന ഒരനുഭവം ഉണ്ടായത്. എൻ്റെ ശാരീരികമായൊക്കെ ബലഹീനതകളുണ്ടെങ്കിലും അതിനെയൊക്കെ മറന്ന് കൂടുതലായി ദൈവത്തിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. കർത്താവ് പരീശന്മാരോടും സാദൂക്യരോടും തൻ്റെ സ്വന്തം ഗ്രാമമായ കഫർന്നഹൂമില് അല്ലെങ്കിൽ ഗലീലയില് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ധാരാളം ആളുകൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ, പല ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തപ്പോൾ, മുടന്തന്മാർക്ക് നടക്കുവാനുള്ള ശക്തി കൊടുത്തപ്പോൾ, തൻ്റെ സ്വന്തം ഭവനക്കാര്, തൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവർ പറഞ്ഞു ഇവന് ഭ്രാന്താണ്. പരീശന്മാരും സാധുക്യരും പറഞ്ഞു ഇവന് പിശാചുകളെ പുറത്താക്കുന്നത് പിശാചുകളുടെ തലവനായ ബെൽസെബൂബിനെ കൊണ്ടാണ്. കർത്താവിനുള്ളിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം ജനം തൻ്റെ ആസ്തിത്വത്തെ, തന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്തതായ സമയത്ത് കർത്താവ് പറയുന്ന ഒരു വലിയ പശ്ചാത്തലമാണ് ഇന്നത്തെ ഒരു ഉപമയിലേക്ക് നയിച്ചത്. ഇന്നത്തെ ഉപമയാണ്. ഇന്നത്തെ നടന്ന സംഭവമാകണമെന്നില്ല. ഉപമകൾ എന്തിനാണ്? കർത്താവിൻ്റെ വലിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു ഉപമകൾ പറയുക എന്ന് പറഞ്ഞാൽ, ഉപമകൾ പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാവണം. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കഥ കേട്ട്, ഒരു ചരിത്ര സംഭവമോ ഒരു കഥയോ കേട്ട്, ഒരു നോവലിന്റെ അനുഭവത്തിലാണെങ്കിൽ ഈ പാരബിൾ അല്ലെങ്കിൽ ഉപമയ്ക്ക് സ്വാധീനമില്ല. ഉപമകൾ ജീവിക്കുന്നത് അതിന്റെ കഥാപാത്രങ്ങൾ നാം ആവണം. നമുക്ക് വേണ്ടിയാണ് ഉപമ പറയുന്നത്. ഇതെന്നെ സ്പർശിക്കുന്നതാണെന്നുള്ള നല്ല ബോധ്യമുണ്ടെങ്കിൽ ദൂരെ നിന്ന് വാട്സപ്പിലൂടെ ഏതെങ്കിലും ഒന്ന് കാണുന്നത് പോലെ വാസ്തവമായി നമ്മെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ we must be the part of that play. പാരബിള് നടക്കുമ്പോൾ അതിന്റെ ഭാഗം നമ്മളാകുമ്പോഴാണ് പാരബിളിന് ജീവൻ വയ്ക്കുന്നത്. പാരബിൾ gets life only then we are the actors in it. നമ്മൾ ആ വേഷം ധരിക്കണം. ഇന്നിവിടെ ഒരു ഉപമ പറഞ്ഞത് ആരോടാണെന്നുള്ള പശ്ചാത്തലം കൂടെ ഓർക്കണം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ ദൈവത്വത്തെ വിമർശിച്ച സാധൂക്യരോടും പരീശന്മാരോടും പറയുകയാണ്. ഒരു മനുഷ്യന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഈ ഉപമ നിങ്ങൾക്കെല്ലാം അറിയാം.
അവൻ ഒരുവനോട് പറഞ്ഞു, നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണം. അവൻ പറഞ്ഞെനിക്ക് മനസ്സിൽ ഒരപ്പന് ഒരു മകനോടുണ്ടാകുന്ന ലക്ഷ്യം എത്ര വലുതായിരിക്കും. അവനിലൊരല്പം നിരാശനായി പിതാവാം ദൈവൻ അപ്പൻ രണ്ടാം മകനോട് പറഞ്ഞു, മോനെ നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വിനയത്തോടെ അനുസരണ ഭാവത്തോടെ അവൻ പറഞ്ഞു, ഞാൻ പോകാം. പക്ഷെ പോയില്ല. മൂത്തവൻ എനിക്ക് പറ്റില്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും അവന്റെ മനസ്സിലോർത്ത്, ഞാൻ എൻ്റെ അപ്പനോട് പാപം ചെയ്തു. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചതാണ് ഈ മുന്തിരിത്തോട്ടം. അവിടെ വേല ചെയ്താൽ അതിന്റെ ആനുകൂല്യം എനിക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞത് തെറ്റാണ്. അവൻ അനുദപിച്ച് അവൻ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തു. ഇതാണ് ഉപമ. ഹാർട്ട്ഫോർഡ് സെന്റ് ജോൺസ് ദേവാലയത്തിലെ ജനങ്ങളോട്, ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് കർത്താവിന്റെ ഒരു ചോദ്യം. ഇത് വെറുതെ കഥ കേട്ട് ജഡ്ജ്മെന്റ് നടത്തുവാനല്ല. ഇത് അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ട് ഒരു നീതി ന്യായത്തിലേക്ക് വരണം. കർത്താവ് ചോദിച്ചു, who of these sons had done the will of the father? ഇതിന് മറുപടി പറയുന്നതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇത് ഞാനാകണം ഈ രണ്ടു മക്കളിൽ ഒരാൾ. ഈ രണ്ടു മക്കളിൽ ഒരാൾ നിങ്ങളാവണം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. അവരിൽ ഒരാൾ ഇതിന്റെ ഭാഗമാവണം. എങ്കിൽ മാത്രമേ ഈ മറുപടി ആത്മാർത്ഥമാകുള്ളൂ. അവിടെയുള്ളവരെല്ലാം പറഞ്ഞു മൂത്ത മകനാണ്. കാരണം അവൻ പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ രണ്ടാമത്തതിൽ അനുദപിച്ചു. അവൻ അപ്പന്റെ ഇഷ്ടം നിവർത്തിച്ചു. എന്നാൽ രണ്ടാമത്തവനോ ഭക്തിയായ പൊള്ളയായ ഭക്തിയിലൂടെ അനുസരണത്തിന്റെ പശ്ചാത്തലം കാണിച്ച് പ്രകടിപ്പിച്ച് ചെയ്യേണ്ടതായ ജോലികൾ ചെയ്യാതെ വന്നാൽ ഇതിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശം. ഒരു യജമാനൻ 2 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടതാണ്. ഒരു യജമാനൻ തന്റെ ഏറെ വലിയ സ്വത്ത് തന്റെ ഏറ്റവും സീനിയറായ ബാല്യക്കാരനെ, ചുമതലക്കാരനെ ഏൽപ്പിച്ചിട്ട് ദൂരസ്ഥലത്തേക്ക് പോയി. എപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല. ഒരു കാര്യം ഏൽപ്പിച്ചു, നിന്റെ കീഴിലുള്ള കൂട്ടുവേലക്കാരെ നീ സ്നേഹിക്കണം, അവരെ നീ കരുതണം, അവരെ നീ സംരക്ഷിക്കണം. ഇതെല്ലാം ഏറ്റ യജമാനൻ പോയി പരിചാരകനായ സീനിയറായ സ്റ്റുവർട്ട് അയാൾ വിചാരിച്ചു, യജമാനന് എന്നാണ് വരുന്നത്? ധാരാളം സ്വത്തന്റെയിലുണ്ട്, ധാരാളം കീഴ് ജോലിക്കാർ. അവരോടൊക്കെ വളരെ വികൃതമായി പെരുമാറുകയും എന്ന് മാത്രമല്ല, താനും തന്റെ കൂടെയുള്ളവരും മദ്യപിച്ച് അമിതമായ ഭക്ഷണം കഴിച്ച് യജമാനൻ വരുന്നതിന്റെ ഭീതി നിർഭരമായ ആ സന്ദർഭത്തെ മറന്ന് പെരുമാറിയാൽ അവന് ലഭിക്കുന്ന പേരാണ് നീ ദുഷ്ടദാസനാണ്. ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങളെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാതെ, നമ്മുടെ സാധാരണ ഭാഷയിൽ ഞാൻ പറഞ്ഞ ഉഡായ്പിലൂടെ ഒരു ഭക്തി പ്രകടനം നടത്തിയാൽ വിശ്വസ്തനായ ദാസനാവില്ല. വിശ്വസ്തനായ ദാസനാകണമെങ്കിൽ കർത്താവ് പറയുകയാണ്, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. ഞാനിവിടെ വന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമല്ലെന്നല്ല. എന്നോട് കൽപ്പിക്കാവുന്നവൻ എന്നോട് കൽപ്പിച്ചാൽ അത് നിവർത്തിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ അനുസരണമില്ലാതെ ഞാൻ എത്ര ത്യാഗം ചെയ്താലും. ഈ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ അനുഭവിച്ച് മാതാപിതാക്കൾ മലമൂത്ര വിസർജനം ചെയ്ത് കട്ടിലിൽ കിടക്കുമ്പോൾ ആ അപ്പനെയും അമ്മയെയും നോക്കാതെ എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു പോകുന്നത് പൊള്ളയായ ഭക്തിയാണ്. അവിടെ ദൈവം പ്രീതിപ്പെടുത്തില്ല, പള്ളിയിൽ പോയില്ലേലും വേണ്ടില്ല,
നീ നരകിക്കുന്നതിന് നിന്റെ അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കും. ഇതാണ് കർത്താവ് തരുന്ന വലിയ അനുഭവം. അപ്പോ ഇതിലേത് ദാസന്റെ വേഷമാണ് നമുക്ക് വേണ്ടത്? നാം ഇട്ടിരിക്കുന്നത് ഏത് വേഷമാണ്? നമുക്ക് വേണ്ടത് ഏത് വേഷമാണ്? അതിനുള്ളൊരു നിർണയം പ്രാപിക്കുവാനായിട്ടാണ് ഈ ഉപമ കർത്താവ് ഇന്ന് നമുക്ക് തന്നത്. ഒന്നും അറിയാത്തവരെ പോലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുവാനല്ല, ഇവിടെ വന്നിരിക്കുന്നത് ചില നിർണയങ്ങൾ പ്രാപിക്കുവാനാണ്. ഇവിടെ ആദ്യത്തെ മകൻ അവൻ റിബല്യസ് ആയിരുന്നു. He was against the will of the father. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, അപ്പൻ വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ മകനെ. ഇതാണ് ബന്ധം. എൻ്റെ മകനെ. ഇതൊരു പേഴ്സണൽ ബന്ധമാണ്. രണ്ട് മക്കളോടും അതേ ബന്ധം. എന്നാൽ രണ്ടാമത്തവൻ എന്നാണ് പറയുന്നത്, മകനെ വിളിച്ച് നേരിട്ട് സംസാരിച്ചത് മൂത്തവനോട്, മോനെ നീ ഇന്ന് മുന്തിരിത്തോപ്പിൽ വേല ചെയ്യണം. രണ്ടാമനോടും അത് തന്നെ പറഞ്ഞു എന്നേ പറയുന്നു. ഞാൻ പറഞ്ഞത്, മകനെ എന്ന് വിളിക്കുന്നത് ഒരു വലിയ വ്യക്തിബന്ധമാണ്. ആ വ്യക്തിബന്ധത്തിന്റെ നിവൃത്തിയാണ് അനുസരണം എന്ന് പറയുന്നത്. അനുസരിക്കപ്പെടേണ്ടവനെ അനുസരിക്കാതെ എത്ര ദിവ്യമായ കാര്യം ചെയ്താലും, എത്ര ശ്രേഷ്ഠമായ കാര്യം ചെയ്താലും, എത്ര പേരെടുക്കേണ്ട സ്ഥാനത്ത് വന്നാലും, എത്ര പ്രഗത്ഭനായാലും ഓട്ടം വൃഥാവാണ്. പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുസരണം. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം ഈ സമയങ്ങളിലൊക്കെ സെൽമോസ എന്നും അമാലൂക എന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്ക് പട്ടം തരുന്ന പിതാവിനോട് മെത്രാപ്പോലീത്തയായാലും പാത്രിക്കീസായാലും അവരോട് കൊടുക്കുന്ന ഒരു സത്യമുണ്ട്. അതിൽ നിന്ന് ആ സത്യത്തിൽ നിന്ന് ഞാൻ എപ്പോൾ മാറിപ്പോയാൽ, അനുസരണക്കേട് കാണിച്ച് രണ്ടാമന്റെ കൂടെ പോകാം എന്ന് പറയുകയും അനുസരണക്കേട് കാണുകയും ചെയ്താൽ, എനിക്ക് തരുന്ന നൽവരത്തിൽ നിന്ന് ഞാൻ ഉരിയപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും പ്രാഗപ്പെട്ടവനുമാണ്. അങ്ങനെ ഉരിയപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും പ്രാഗപ്പെട്ടവനും അനുസരണത്തിന്റെ ബലിയിലല്ല നടക്കുന്നത്, പ്രകടനമാണ്. എനിക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഞങ്ങളെയൊക്കെ പിതാവിനെ പോലെ സ്നേഹിച്ച ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന മുണ്ടപ്പിലാക്കലെ അച്ഛൻ, ബഹുമാനപ്പെട്ട മുണ്ടപ്പിലാക്കലെ അച്ഛൻ, ഞാൻ പട്ടമേറ്റപ്പോൾ എന്നോട് തന്ന ഒരു വലിയ ഉപദേശമാണ്. മോനെ, അന്ന് ചെറുപുറമ്പിലെ അച്ഛൻ്റെ മരുമോനാണ് മുണ്ടപ്പിലാക്കലെ അച്ഛൻ. ഞാനും ചെറുപുറമ്പിൽ ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് എന്നോട് മോനെ എന്നെ വിളിക്കാറ്. എന്നെ വിളിച്ച മോനെ ഒരു കാര്യം പറയാം, പൗരോഹിത്യം എന്ന് പറയുന്നത് പട്ടാള ചിട്ടയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ പട്ടാള ചിട്ട എന്ന് പറഞ്ഞു, കമാൻഡർ പറയും അതനുസരിച്ച്. അതല്ലാതെ വേറെ ഈ പൗരോഹിത്യ സംവിധാനത്തിൽ വേറൊരു വഴിയില്ല. ഇത് ഉദയ്ക്കുവാനുള്ളതല്ല, ഇത് എതിർക്കുവാനുള്ളതല്ല, ഇത് ചോദ്യം ചെയ്യുവാനുള്ളതല്ല. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്, ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഏത് വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് പോകേണ്ടതെങ്കിൽ കർത്താവിനൊരു ചോദ്യം ചെയ്യും, ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നത്? പുരോഹിതന്മാരുടെ ഓർമ്മ ദിവസം ഒരു സുവിശേഷ വായന എല്ലാവരോടും ചോദിക്കണം, ആരാണ് ഉത്തമനായ ദാസൻ? മുമ്പേ പറഞ്ഞതുപോലെ തൻ്റെ യജമാനൻ ദൂരദേശത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വിശ്വസ്തനായി കാണുന്ന മനുഷ്യൻ ഭാഗ്യം. ആ ഭാഗ്യാവസ്ഥ ഈ ലോകത്തിന്റെ ഭാഗ്യമല്ല, ഭൂരിപക്ഷമല്ല നമ്മുടെ വിജയം. കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഭൂരിപക്ഷവും ജനം അവനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരേ ഒരാൾ മാത്രമേ അവിടെ മിണ്ടാകുന്നുള്ളത്, യേശുക്രിസ്തുവാണ്. പീലാത്തോസിന്റെ നീ എന്താണ് മിണ്ടാത്തത്? എന്താണ് നിന്റെ ലക്ഷ്യം? ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം കുറിക്കുവാനാണ്. ഐ കം ഫോർ ടു വിറ്റ്നസ് വാട്ട് ഈസ് ട്രൂത്ത്. ആ ട്രൂത്തിനെയാണ് കൊന്നത്. ആ ട്രൂത്തിനെ ഭൂരിപക്ഷം കൊന്നു. വിജയിച്ചു എന്ന് ധരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. മൂന്നാം ദിവസം ആ സത്യം പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സഭയുടെ ദൈവത്തിന്റെ വലിയ പദ്ധതി. യോഹന്നാൻ ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.
കാരണം ലോകത്തോട് ദൈവം സ്നേഹമാണെന്ന് വിളിച്ചു പറഞ്ഞ അപ്പോസ്തലനാണ് യോഹന്നാൻ. വേറെ ആരും പറഞ്ഞില്ലെന്നല്ല. യോഹന്നാന്റെ ലേഖനത്തിൽ ഗോഡ് ഈസ് ലവ് എവിടെയും നമ്മൾ എഴുതുന്നതാ, എവിടെയും നമ്മൾ കേൾക്കുന്ന ആ വലിയ തന്ത്രപരമായ പരിശുദ്ധ സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തന്ന യോഹന്നാൻ സ്ലീഹ. ഞാൻ ചിലയിടത്തൊക്കെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ചേർന്ന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ക്രൂശ് മരണ സമയത്ത് ഒരുത്തൻ പോയി തൂങ്ങിച്ചെത്തു. 11 പേരിൽ വാസ്തവത്തിൽ ഈ ഹാർട്ട്ഫോർഡ് സെന്റ് ജോൺസ് ദേവാലയത്തിന്റെ ആളുകൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെക്കുറിച്ച് അത് ഇതൊക്കെ പറയുമായിരിക്കും, അത് മദ്ബഹായിൽ നിന്ന് പറയുന്നത് കാണുമായിരിക്കും, പുറത്ത് പ്രിന്റ് കാണുമായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമായിരിക്കും. ഇതിലൊന്നും നിങ്ങൾ ഭയപ്പെടും. കാരണം വാസ്തവത്തിൽ സഭ ഉണ്ടായത് നമ്മൾ കല്യാണത്തിനുള്ള വീടിൻ ഭരണം ശീമോന്, സുവിശേഷം അറിയാവുന്ന സുവിശേഷം യോഹന്നാൻ. അപ്പോൾ സഭയുടെ ഭരണം പത്രോസിനെയും സുവിശേഷം യോഹന്നാനെയും ഏൽപ്പിച്ചിട്ട് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു, ഇതാണ് നിന്റെ അമ്മ. ക്രൂശിന്റെ ചുവട്ടിൽ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയോട് പറഞ്ഞു, ഇതാണ് നിന്റെ മകൻ. ഇവിടെയാണ് സഭ ആരംഭിച്ചത്. സെഹ്യോൻ മാളികയുടെ ചരിത്രം, കർത്താവിന്റെ ക്രൂശിമരണം ഒക്കെ കൃപാനയുടെ അടിസ്ഥാനമാണ്. എന്നാൽ സഭ സ്ഥാപിക്കപ്പെട്ടത് യോഹന്നാൻ പരിശുദ്ധ കന്യക മറിയാമിനെ എഫേസുസിലെ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ട് അവിടെയാണ് സുവിശേഷം തുടങ്ങിയത്. ബാക്കി എല്ലാവരും കുറെ ആളുകൾ നിങ്ങൾക്കറിയാം, കുറെ ശിഷ്യന്മാർ ഓടി ഒളിച്ചു. ദുഃഖ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഉച്ചക്കത്തെ സെതറായി പറയുന്നുണ്ട്, തോമായെ നീ എവിടേക്ക് പോകുന്നു, ബർത്തൽമായെ നീ എവിടേക്ക് ഓടി ഒളിക്കുന്നു, ഫിലിപ്പോസെ നീ എവിടെ മാറുന്നു, ലാബി നീ എന്തിന് കരയുന്നു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ തൻ്റെ ശരീരത്തെ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച യോഹന്നാൻ സ്ലീഹ. ആ യോഹന്നാൻ സ്ലീഹയാണ് ഈ ഇടവയുടെ കാവൽ പിതാവെങ്കിൽ നിങ്ങൾ എന്തിനും ഭയപ്പെടണം. കാരണം ഗലീല കടലിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പാറയുടെ പുറത്തുനിന്നുകൊണ്ട് കർത്താവ് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? സർവമാന പേരും പറഞ്ഞു. യോഹന്നാൻ സ്ലീഹ ഒഴിച്ച് എല്ലാവരും, പത്രോസ് ഉൾപ്പെടെ പറഞ്ഞു, അത് ഗലീല കടൽ തീരത്തൊക്കെ പിശാചുക്കൾ വരുന്ന ഒരു വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഇത് ഏതോ പിശാചാണ്, ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്ലീഹ പറഞ്ഞു, അല്ല, ഇത് നമ്മുടെ നാഥൻ യേശു ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ തിരിച്ചറിഞ്ഞ യോഹന്നാൻ സ്ലീഹയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ഹാർട്ട്ഫോർഡ് സെന്റ് ജോൺസ് ദേവാലയം എത്രയോ ഭാഗ്യവതിയാണ്. ഇതിൽ നിങ്ങൾ വിഷമിക്കരുത്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ഭാഗ്യാവസ്ഥ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സമാധാനം നടത്തുന്നവരാണ് ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ ഈ പരിശുദ്ധ കാസായി പരിശുദ്ധ പീലാസായി ആവാഹം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ അല്ലെങ്കിൽ പുരോഹിതൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവിടെയാണ് ദറ്റ് ഈസ് ദ റിയൽ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് പീസ്, ഡിവൈൻ പീസ്. നിങ്ങളെന്ത് പറഞ്ഞു? അങ്ങയുടെ സമാധാനം ഞങ്ങളോട് കൂടെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഈ മദ്ബഹായിൽ നിന്ന് തരുന്ന സമാധാനം അക്സെപ്റ്റ് ചെയ്തു കഴിയുമ്പോൾ വലിയ അനുഭൂതിയാണ്. പക്ഷേ ഈ അക്സെപ്റ്റ് ചെയ്ത സമാധാനം ദോഷമായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ദോഷം ഒഴിവാക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ശുശ്രൂഷക്കാരൻ പറയും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം എന്ത് ചെയ്യണം? പൊതുജന വീട്ടിൽ പോകണമെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്ത കിട്ടിയവിടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം നിങ്ങളുടെ തൊട്ടടുത്തവന് കൊടുക്കുന്നു. തൊട്ടടുത്തവനാൽ നിങ്ങളുടെ സമാധാനമാണ്. ഇത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ സമാധാനം ശൂന്യം. ഈ സമാധാനത്തിന് ഒരു വിലയുമില്ല. ഞാൻ തരുന്ന സമാധാനം ബലമുള്ളതും ഫലവത്താകണമെങ്കിൽ അത് നിങ്ങൾ നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ സ്വീകരിക്കണം. പോരാ, അവിടെ നിന്ന് അനേകരിലേക്ക് സമാധാനം കൈമാറുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടൂ. ഇതാണ് സെന്റ് ജോൺസ് ദേവാലയം. കാരണം ഞാൻ ഏറെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, നിങ്ങൾ ഭത്സിക്കപ്പെടുന്നത്, നിങ്ങളെ പരസ്യമായി അപമാനിക്കുന്നതൊക്കെ ഞാൻ ക്ലിപ്പുകളിലൂടെ കാണുകയും കേളുകയും ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളുടെ മക്കൾ
നന്നായി വളരണം, വിശ്വാസത്തിൽ വളരണം. പണം ഞങ്ങൾക്ക് വേണ്ട, സ്ഥലം ഞങ്ങൾക്ക് വേണ്ട, വഴക്ക് ഞങ്ങൾക്ക് വേണ്ട, മത്സരം ഞങ്ങൾക്ക് വേണ്ട, സൗന്ദര്യപ്പിണക്കം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ കുടുംബത്തോടുകൂടി സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഇടത്തിൽ നിന്ന് സമാധാനത്തെ തേടി വന്ന് ഇതുപോലെ മനോഹരമായ ദേവാലയം നിങ്ങൾക്ക് ദൈവം കരുതി വെച്ചത് ഹാഗാറിന് മരുഭൂമിയിൽ ഇസ്മയേലിന് വെള്ളം കൊടുത്ത് കാണിച്ചു കൊടുത്ത ഉറവ പോലെ നിങ്ങൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ ഇസഹാക്കിന് പകരം ആടിനെ കാണിച്ചു കൊടുത്ത അബ്രഹാമിൻ്റെ ബലിക്ക് തുല്യം ഇന്ന് ഈ ദേവാലയം നമുക്ക് ഉപയോഗിക്കുവാൻ സർവ്വ സ്വാതന്ത്ര്യത്തോടെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കരുത്. ആ ദുഃഖിക്കേണ്ട സാഹചര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നല്ല തിരിച്ചറിവ്, നല്ല ബുദ്ധി, നല്ല നാവ്, നല്ല നിലവ്, നല്ല ചിന്തകൾ, നല്ല കാഴ്ചപ്പാടുകൾ ഒക്കെ ഉണ്ടായി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന ആ സൗന്ദര്യവും ആ സ്നേഹവും വീണ്ടും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. തെറ്റ് ചെയ്തവരോട് വാശിയായാൽ അത് ദൈവികമല്ല. ഒരിക്കൽ പോലും വാശി ദൈവികമല്ല. നന്മയ്ക്ക് നന്മയും ദൈവികമല്ല. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമ്പോൾ അതാണ് ദൈവികം. നമുക്ക് ഏൽക്കുന്നതായ വേദനകളെ സഹിഷ്ണുതയോടുകൂടെ ഏറ്റുവാങ്ങുവാൻ, ആ സഹിഷ്ണുതയ്ക്കൊക്കെ ഒരു വലിയ അർത്ഥം വരുന്ന ഒരു സമയമുണ്ട് എന്ന് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞല്ലോ ഒരു ചെറിയ മനപ്രയാസമുണ്ട്. കാരണം ഞാൻ ആർട്ട്ഫോർഡ് വരുമ്പോൾ സാധാരണ സെൻറ്റ് മേരീസ് പള്ളിയെ എൻ്റെ ഇടവക പള്ളിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് അവിടെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി പരിശുദ്ധ സിംഹാസനത്തോട് മത്സരിക്കുന്ന, അല്ലെങ്കിൽ സഭയുടെ പിതാക്കന്മാർ പരിശുദ്ധ പാത്രികേർജിസിനോടും മെത്രാന്മാരോടും വൈദികരോടും മത്സരിക്കുന്ന ആ രീതിയിൽ നിന്നൊക്കെ മാറി സഭയുടെ പാരമ്പര്യത്തെ, സഭയുടെ വിശ്വാസത്തെ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന അഭിനന്ദനായ സിൽവാനോസ് സെൽമേനിയെ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട സിബിയച്ചനെയും അതുപോലെ കട്ടത്തറയച്ചനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ സമൂഹം മേൽക്കുമേൽ വളരുവാൻ അതിനോട് ചേർന്നാണ് ഞാൻ പറയുന്നത്. ഈ പള്ളി ഞാൻ കണ്ടിടത്തോളം വളരെ മനോഹരം, ഇതിനെക്കുറിച്ച് കേട്ടിടത്തോളം അതിലും മനോഹരം. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഈ പള്ളി നമുക്ക് സ്വന്തമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല. കാരണം ഇതിൻ്റെ സാഹചര്യമൊക്കെ നിങ്ങളില്ല. എങ്കിലും ഈ മദ്ബഹായിൽ നിന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയും അപേക്ഷിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചേർന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനിയും സാധാരണ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ മദ്ബഹായെ, പരിശുദ്ധ ത്രോണോസെ നിന്നോട് ഞാൻ യാത്ര ചോദിക്കുന്നു. ഇനിയും നിന്നിലൊന്ന് ബലി അർപ്പിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അതുപോലെ ഞാൻ ആർട്ട്ഫോർഡ് സെൻറ്റ് ജോൺസ് ദേവാലയത്തിൻ്റെ മദ്ബഹായോടും യാത്ര പറഞ്ഞു പോവുകയാണ്. ഇനിയും ദൈവഹിതമാകുമെങ്കിൽ വീണ്ടും നമുക്ക് ഈ ത്രോണോസിൻ്റെ ചുവട്ടിൽ, ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ സന്ധിക്കുവാൻ ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ എനിക്കും മറ്റെല്ലാം മെത്രാപ്പോലീത്ത സമുദായത്തിന് വേണ്ടി ഇവിടെ ശാശ്വത സമാധാനം ഉണ്ടാകുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവ് ഈ സമുദായത്തിൻ്റെ മേൽ പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിങ്ങളോടൊക്കെയുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചൊല്ലുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗായക സംഘത്തെ, എൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.